നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് എന്താ? ഒരു ചാർജിന് ചുറ്റും അതിന്റെ ആ ചാർജിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന ഒരു റീജിയൻ അല്ലേ? അപ്പൊ നോക്കി, ഇതൊരു ചാർജാണ്, ഒരു പോസിറ്റീവ് ചാർജാണ്, ക്യൂ ആണ്. നമ്മൾ പഠിച്ചു ഇവിടെയൊക്കെ ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ഭാഗമാണ്, ഈ ഒരു റീജിയൻ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചു. ഇപ്പൊ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ കുറെ വരകൾ. ഇതൊക്കെ എങ്ങനെയാണ് വരച്ചത്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവച്ചിട്ട് അതിന്റെ മോഷൻ, അത് പോയ വഴി, അത് ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ പഠിച്ചു. ഇത് ആരാ ഉണ്ടാക്കുന്നത്? ചാർജാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഞാൻ ഒരു ചാർജ് കൊണ്ടുപോയി വെക്കുക, അന്നേരം എന്താ പറ്റുന്നത് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വെറും ഇലക്ട്രിക് ഫീൽഡ് അല്ല പഠിക്കുന്നത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ചാർജ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡില് നമ്മൾ ഒരു ചാർജ് കൊണ്ടേ വെച്ചു, അതിനുശേഷം പുറത്ത് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്തൊക്കെ സംഭവിക്കുന്നത്. അതായത് ഈ ചാർജ് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബോഡി വെറുതെ ഇരുന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കും. രണ്ടാമത്തേല് ഇവിടെ കുറെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവൻ തുടക്കത്തിൽ തന്നെ ഒരു വെലോസിറ്റിയിൽ വരുവാണ്. ചിലപ്പോൾ അത് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ചിലപ്പോൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടും വരാം. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ രണ്ടെണ്ണം പഠിക്കും. പിന്നെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഉള്ള പ്രോപ്പർട്ടീസും പഠിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് രണ്ട് സെക്ഷനായിട്ട് പഠിക്കും. ഓക്കെ, നമുക്ക് ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൊണ്ട് നോക്കാം, ഇതൊരു ചാർജാണ് Q1. ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. വേറൊരു ചാർജാണ് Q2. ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ? ഇവർക്കിടയിലുള്ള ഫോഴ്സ് ആണ് F is equal to ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നമ്മുടെ കൂളംബ് ഫോഴ്സ് 1/4πε0 Q1 Q2 divided by r². ഡിസ്റ്റൻസ് ആണ് എന്ത്? r. ഇനി ഇതേ ചാർജ് ഇവിടെ ഉണ്ട് Q1, ഇവിടെ ചാർജ് ഉണ്ട് Q2, പക്ഷെ ഇത് യൂണിറ്റ് ചാർജ് ആണ്, അതായത് 1 കൂളംബ് ചാർജ്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവർക്കിടയിലുള്ള ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 ആരാ? 1 ആണ്. അപ്പൊ Q1 Q2 1 ഇട്ടാൽ മതി. Q1 Q2 divided by r² ആണല്ലോ. നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ്. ആർക്ക് കിട്ടുന്ന ഫോഴ്സ്? ഫോഴ്സ് എക്സർട്ടഡ് ഓൺ എ 1 കൂളംബ് ചാർജ്. അത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന്റെ ഇക്വേഷനാണ്? നമ്മൾ ഇങ്ങനെ പഠിച്ചിരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്? ഈ ഇക്വേഷൻ. അപ്പൊ ഫോഴ്സ് ഓൺ 1 കൂളംബ് ചാർജ്, ഒരു കൂളംബ് ചാർജ് അവിടെ വെക്കുന്നെങ്കിൽ അവനെ കിട്ടുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നോക്കിയോ, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് ഞാൻ പറയുമോ? ഇവിടെ എന്തുണ്ട്? ഇപ്പൊ നിലവില് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇത് ആരോ ഉണ്ടാക്കിയതാ, അറിയത്തില്ല ആരാ ഉണ്ടാക്കിയത്. പക്ഷേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ രണ്ട് പ്ലേറ്റ് വെച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. അപ്പോ ഇവിടെ കുറെ പ്ലസ് ചാർജും ഇവിടെ ഒരു കുറെ മൈനസ് ചാർജും, രണ്ട് പ്ലേറ്റ് കൊണ്ടേ വെച്ചാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് അത് നമുക്ക് അറിയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഞാനൊരു ചാർജ് കൊണ്ടുപോയി വെക്കുവാണ്, Q ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിന് കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? അതിനാണ് ഈ ഇക്വേഷൻ പറഞ്ഞത്. ഒരു കൂളംബ് ചാർജിന് ഒരു റീജിയനിൽ കിട്ടുന്ന ഫോഴ്സ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഞാൻ Q ചാർജ് കൊണ്ടുപോയി വെച്ചാല് അവൻ എത്ര ഫോഴ്സ് കിട്ടും? സിമ്പിൾ. ഒരാപ്പിൾ 5 രൂപയാണ്, 10 ആപ്പിൾ എത്രയാ? 10 × 5. ഒരു കൂളംബ് ചാർജിന് ഈ ഇത്രയും ഫോഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ Q ചാർജിന് എത്ര കിട്ടും? Q × E. അപ്പൊ F is equal to Q × E. ഇതാണ് ഒരു ചാർജ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയി വെച്ചാൽ അതിന് കിട്ടുന്ന ഫോഴ്സ്. തിരിച്ചു പറഞ്ഞേ ഉള്ളൂ, ഈ പഠിച്ച കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ചാർജ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ കിട്ടുന്ന ഫോഴ്സ് ഇൻ ഇക്വേഷൻ F is equal to Q × E. അപ്പൊ നോക്കിയോ, കുറെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷൻ ആയിരിക്കണം, ഒരേ പാരലൽ ഡിസ്റ്റൻസ് ആയിരിക്കണം,
അങ്ങനത്തെ കുറെ പ്രോപ്പർട്ടീസും നമുക്ക് പഠിച്ചാണല്ലോ. ഇനി എവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടാലും അതിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ ഒരു പ്ലേറ്റും യൂണിഫോം ചാർജാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇവിടെ പ്ലേറ്റ്, ഇവിടെയോ അതേപോലെ വേറെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ചാർജുള്ള കുറെ ഒരു പ്ലേറ്റ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ കേട്ടോ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഞാൻ ഒരു ചാർജ് കൊണ്ട് വെച്ചു എന്ന് പറയാൻ കാരണം ഇനീഷ്യൽ വെലോസിറ്റി ഇപ്പൊ 0 ആണ് കേട്ടോ, അനങ്ങാതിരിക്കുക. അപ്പൊ നമ്മൾ ചാർജ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഹാവിംഗ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഈ ചാർജിന് എന്ത് ഫോഴ്സ് കിട്ടും? Q ഇൻറ്റു ഇ. അപ്പൊ നമുക്ക് ആദ്യം പോസിറ്റീവ് ചാർജിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഈ ചാർജ് എന്താ? പോസിറ്റീവ്. ഇവന്റെ ഫോഴ്സ് എങ്ങോട്ട് കിട്ടും? ഇവിടെ നോക്കിയ മക്കളെ, ഇതൊക്കെ ചിന്തിക്കാനായിട്ടാണ് ഞാൻ ഈ പ്ലേറ്റിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ ഞാൻ പോസിറ്റീവ് ചാർജ് കൊണ്ടേ വെക്കുന്നെങ്കിൽ ഇവ പോസിറ്റീവ് അല്ലേ, പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ട്. ഇനി അതല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഇങ്ങോട്ട്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ഫോഴ്സ്. അപ്പൊ ഇങ്ങോട്ടേക്ക് Q ഇൻറ്റു ഇ എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ചാർജ് പാർട്ടിക്കിളിന്റെ മാസ് m ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ബോഡിയിൽ ഇപ്പൊ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to Q into E ആണ്. ന്യൂട്ടന്റെ നിയമപ്രകാരം ഈ ഫോഴ്സ് എന്നതാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതാണ് എന്ത്? Q ഇൻറ്റു ഇ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാ വരും? Q ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എം. ഇതാണ് എന്ത്? ഈ ചാർജ് ബോഡിക്ക് കിട്ടുന്ന ആക്സിലറേഷൻ. ആക്സിലറേഷൻ കിട്ടി. അപ്പൊ ഒരു ചാർജ് ഞാൻ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാല് പിന്നീട് അവന്റെ മോഷൻ എന്നതായിരിക്കും? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. കാരണം നമ്മളുടെ ഗ്രാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ ഗ്രാവിറ്റി നമ്മൾ 0 ആക്കി എടുക്കുന്നത്. ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നേ ഇല്ല. കാരണം ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ഈ ചാർജ് എങ്ങോട്ട് വരും? ഇതിപ്പോ ഇങ്ങനെ രണ്ട് വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഗ്രാവിറ്റി കാരണം താഴെ വരും. നമ്മൾ നിലവിലെ ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ നോക്കി, ഒരേ ഒരു ആക്സിലറേഷനേ ഉള്ളൂ. അപ്പൊ ഇതിനെ എന്ത് വിളിക്കാം നമുക്ക്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അതും ഒറ്റ ഡയറക്ഷനിൽ. അപ്പൊ നോക്കൂ, ഈ ബോഡി ഇവിടെ ഇങ്ങോട്ടേക്ക് പോയി. അങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. നമുക്ക് എന്ത് ലോ അപ്ലൈ ചെയ്യാം? കൈനമാറ്റിക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യും. ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക് ഇതാണ് പഠിച്ച നമ്മൾ +1 പഠിച്ച കുറച്ച് ഇക്വേഷൻസ്. ഇനി ഏതൊക്കെയാ? വെലോസിറ്റി v is equal to u plus at. Find the velocity equal initial velocity plus acceleration into time. S is equal to ut plus half at square. പിന്നെ v square is equal to u square plus 2as. 4-5 പാഠങ്ങളിലൊക്കെ നമ്മൾ കുറെ ലോ പഠിച്ചായിരുന്നു. ഇത് കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. പിന്നെ വേറെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എഫ് ഡോട്ട് എസ് അല്ല, ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇത് വർക്ക് ഡൺ. പിന്നെ പവർ ഇസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എടുത്താൽ വെലോസിറ്റി കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിലും പവർ P ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി. പിന്നെ നമുക്ക് പഠിച്ചിട്ടുള്ള ഇതൊക്കെ. പിന്നെ വർക്ക് എനർജി തിയറം ലോ പഠിച്ചത് വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതൊരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനായി കൺസിഡർ ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യും. സിമ്പിളാ, നോക്കിയോ. ചാർജ് ചെയ്യാൻ കൊണ്ട് വെച്ചു. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ് ഡിസ്റ്റൻസ് എടുക്കാം കേട്ടോ. എക്സ് ഡിസ്റ്റൻസ് എടുക്കാം. എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിന്റെ ഇവിടുത്തെ വെലോസിറ്റി u എടുത്താല് ഇവിടെ v ആണ്. അങ്ങനെയാണെങ്കിൽ v is equal to u plus a into t. u എത്രയാ? 0. ആക്സിലറേഷൻ എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. q e divided by m into t.
ഇതാണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി v is equal to q e by m into t. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ, സഞ്ചരിച്ച ദൂരം x is equal to ut plus half a t square. u into t ഇനീഷ്യൽ വെലോസിറ്റി എന്താ 0, ഹാഫ് ആക്സലറേഷൻ എന്താ q e by m into t ടി സ്ക്വയർ അല്ലേ. നമുക്ക് ടൈം അറിയത്തില്ല, ടൈം അറിയാനായിട്ട് ഇത്ര മതി, തൽക്കാലം ഇത്ര മതി, ക്യൂ ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. ഇതാണ് എന്ത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി അടുത്തത്, ഇവിടെ ടൈം നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടൈം ഇവിടുന്ന് അവിടെ നിന്നൊക്കെയാണ് കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ ഈ ഇക്വേഷൻസ് എഴുതുന്നേ ഉള്ളൂ, എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. യു സ്ക്വയർ അത് 0 ആണ്, പ്ലസ് 2 ഇൻറ്റു ഇതുണ്ടോ സ്റ്റെപ്പ് പറയാം, 2 ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ക്യൂ ഇ ബൈ എം ഇൻറ്റു എക്സ്. എക്സ് ആരാ തൈസ് ആണ്, അത് അപ്ലൈ ചെയ്താൽ മതി, ഇന്നത്തെ ഏതെങ്കിലും കണക്ക് ചോദിച്ചാൽ. ഇനി അടുത്ത ഇക്വേഷൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം വെലോസിറ്റി എത്രയാ ക്യൂ ഇ ടി ബൈ എം അതിന്റെ സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ എമ്മും ഇവിടുത്തെ ഒരു സ്ക്വയർ എം ഇല്ലേ, വെട്ടിപ്പോയില്ലേ, ബാക്കി ആരുണ്ട് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം. ഇതാണ് എന്ത് കൈനറ്റിക് എനർജി. ഇനി നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, വർക്ക് ഡൺ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് F dot S. ഫോഴ്സ് എന്താ ക്യൂ ഇ ഡോട്ട് ഇ എക്സ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് എന്താ എക്സ് കേട്ടോ, ഇവിടെ ഇവിടെ എടുത്തേക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. അപ്പൊ അങ്ങനെ എത്രയേ ഉള്ളൂ, അത് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് പവർ. പവർ P is equal to F dot V. F dot V, ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേറെ എന്നാ കാണാനുള്ളത്, വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്താ പറയണേ, ഇവിടെ നോക്കി, ഒരു ചാർജ് ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കുക ചെയ്ത്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എത്രയായിരുന്നു, 0 ആയിരുന്നു. ഹാഫ് എം വി സ്ക്വയർ കൊടുക്കാൻ നേരത്ത് വി എന്നതാ 0. അപ്പൊ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ് 0. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴോ വി വെലോസിറ്റി കിട്ടി, ക്യൂ ഇ ടി ബൈ എം കിട്ടി. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ. ഇത്രയാണ് കൈനറ്റിക് എനർജി ടോട്ടൽ. ഈ എനർജി എവിടെ നിന്ന് കിട്ടി? വർക്ക് എനർജി തിയറം പറയുന്നത് എത്ര എനർജി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ഇവിടെ ആരാ വർക്ക് ചെയ്ത്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ചാർജ് കൊണ്ടേ വെച്ചാൽ അതിന് വെലോസിറ്റി കിട്ടും, ആക്സിലറേഷൻ കിട്ടും, കൈനറ്റിക് എനർജിയും കിട്ടും കേട്ടോ. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത. അപ്പൊ ചാർജ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ചാർജ് കൊണ്ടേ വെച്ചാൽ ബാക്കി ഫുള്ള് പണി ആര് ചെയ്തോളും, ഇലക്ട്രിക് ഫീൽഡ് ചെയ്തോളും കേട്ടോ. അപ്പൊ വർക്ക് എനർജി തിയറം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. എത്രയാ വർക്ക് ഡൺ ചെയ്തേക്കുന്നത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. എഴുതാം, ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. വെലോസിറ്റി 0 അല്ലേ, അപ്പൊ എന്നാ വരും, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഈ കൈനറ്റിക് എനർജി ആണെന്ത്, വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ ജി നമ്മൾ കൺസിഡർ ചെയ്തോ, ഇല്ല. ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ ജി കൺസിഡർ ചെയ്തില്ല. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ജി കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി എങ്ങനെ പോകും, അല്ലെങ്കിൽ അതിന്റെ ട്രാജക്ടറിന്റെ ഇക്വേഷൻ എന്നതാ എന്നും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അത് ചെയ്ത് നോക്കിയാലോ എന്നാകുമെന്ന്. അപ്പൊ ഞാൻ ഈ ഇങ്ങനെ മൊത്തത്തിൽ വരച്ചത് ഞാൻ ശരി വേണ്ട, നമുക്ക് വേറെ വരയ്ക്കാം. അപ്പൊ നോക്കി, ഇനി നമ്മൾ വരയ്ക്കാം, ഇന്നും ചെയ്യാൻ പോണത് ഒരു ജി താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്.
കേട്ടോ? ആ ക്വസ്റ്റ്യൻ എടുത്തു. എ ബോൾ ഓഫ് മാസ് എം മാസുള്ള ഒരു ബോൾ ഉണ്ട്. ഹാവിംഗ് എ ചാർജ് ക്യൂ, അതിന്റെ ചാർജ് എത്രയാ? ക്യൂ. ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ എ റീജിയൻ വേർ എ ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ്. ഒരു ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു ഭാഗത്ത് ഞാൻ ചാർജ് കൊണ്ടുപോയി വെക്കുക. അതിന്റെ ചാർജ് ക്യൂവും മാസ് എമ്മും. ഫൈൻഡ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോൾ. ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ട്രജക്ടറി ഫോളോവ്ഡ് ബൈ ദ ബോൾ. അതിന്റെ ട്രജക്ടറി പാത്ത് കാണാനായിട്ട് നോക്കിയ മാസ് എന്നും ചാർജ് ക്യൂ നമ്മൾ എഴുതുന്ന സാധനം തന്നെയാണ്. ഇവിടെ ജി ഉണ്ടെന്ന് അർത്ഥം, അത്രയല്ലേ ഉള്ളൂ. നോക്കി, ഇങ്ങോട്ടേക്ക് ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ചാർജ് എവിടെ കൊണ്ടേ വെക്കുക? അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F is equal to F1 is equal to, കാരണം രണ്ട് ഫോഴ്സ് ഉണ്ടല്ലോ, ജി താഴേക്ക് ഉണ്ടല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എടുക്കാം. FE എന്നർത്ഥം പേര്. FE is equal to ചാർജ് Q into E. ഇവൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലെ? ഇങ്ങോട്ടേക്ക്. ഗ്രാവിറ്റി എങ്ങോട്ടേക്കാ ഉള്ളത്? താഴേക്ക്. താഴേക്ക് ആരുണ്ട്? ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ ഈ ചാർജിൽ താഴേക്ക് ആരാക്ട് ചെയ്യും? F due to ഗ്രാവിറ്റി. അതെത്രയാ? mg, മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പൊ ഈ ഫോഴ്സ് താഴേക്ക്, ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്. പരസ്പരം പെർപെൻഡിക്കുലർ അല്ലേ? അതെ. ഗ്രാവിറ്റി താഴേക്കും ഇലക്ട്രിക് ഫീൽഡ് ഹൊറിസോണ്ടൽ വന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാനായിട്ട് നമുക്ക് എന്നാ ചെയ്യണം? രണ്ട് വെക്ടർ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യും. റിസൾട്ടന്റ് ഫോഴ്സ് Fr is equal to root of a square plus b square plus 2ab cos theta. ഇവിടെ തീറ്റ എത്രയാണ്? 90 ഡിഗ്രി. അപ്പൊ എന്നാ വരും? a square plus b square plus 2ab cos theta ആണ് രണ്ട് വെക്ടറുകൾക്കിടയിൽ തീറ്റ ആണ് ആംഗിൾ എങ്കിൽ അതിന്റെ റിസൾട്ടന്റ് പഠിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ തീറ്റ 90 ഡിഗ്രി ആണ്, cos 90 0 ആണ്, അത് പോയി. ബാക്കി a square plus b square. a ആരാ? QE, അതിന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ ആരാ? m into g ന്റെ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. ഇതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഇത്രയേ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. നോക്കിയേ, ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചു. ഇത് എങ്ങോട്ടേക്കായിരിക്കും? ഒരു വെക്ടർ ഇങ്ങോട്ട്, ഒരു വെക്ടർ ഇങ്ങോട്ട്. പിന്നെ ഒരുത്തിന് ഇങ്ങോട്ട്, ഒരുത്തിന് ഇങ്ങോട്ട് പിടിച്ചു വെച്ചാൽ ഏകദേശം ഇങ്ങോട്ടേക്ക് എവിടെയും ഇവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കും. ഞാൻ വിചാരിക്കുകയാണത് എവിടെയും കണ്ട കേട്ടോ. കറക്റ്റ് ആവണം. ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് കൂടി പോകണമെന്നുണ്ടോ? ഇങ്ങനെ മിഡ് പോയിന്റ് കൂടി പോകണമെന്നുണ്ടോ? പോയേക്കാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പോയേക്കാം അല്ലെ? രണ്ട് വെക്ടർ ഉണ്ട്, രണ്ടും ഈക്വൽ ആണ്. 90 ഡിഗ്രിയിലാണെങ്കിൽ ഈ കറക്റ്റ് നടുക്കായിരിക്കും റിസൾട്ടന്റ്. ഇതൊക്കെ നമ്മൾ വെക്ടറിന്റെ പാഠഭാഗത്ത് പഠിച്ചതാ അല്ലെ? കോമൺ സെൻസ്. ഇനി ഈ കാര്യത്തിൽ ഏതാ വലുതെന്ന് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ഇലക്ട്രിക് ഫോഴ്സ് ആയിരിക്കും കുറച്ചുകൂടി വലുതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ വിചാരിക്കാൻ ഇവിടെ കേട്ടോ, ഈ പോയിന്റിനെ ഞാൻ പി എന്ന് വിളിക്കുക. ഇവൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ദൂരം പോയിട്ടുണ്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ദൂരം പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിന്റ് പി എക്സ് വൈ ഞാൻ പേര് കൊടുത്തു. ശരി, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്രജക്ടറിന്റെ ഇക്വേഷൻ കാണാൻ. ഈ പോയ വഴിക്കുള്ള ഇവ വെച്ചേക്കാണ്, ഇവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്, അവരുടെ ട്രജക്ടറിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? +1 നമ്മൾ മോഷനിന്റെ പ്ലെയിനകത്ത് പ്രൊജക്ടൈൽ മോഷന്റെ ട്രജക്ടറി പഠിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ എന്നാ പഠിച്ചത്? y is equal to x tan theta minus അല്ലെ? വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? ട്രജക്ടറി. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ വൈയും എക്സും തമ്മിൽ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ റിലേഷൻ കണ്ടുപിടിക്കാം. നമുക്കൊരു പണി ചെയ്യാം. ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നോക്കാം, പിന്നെ നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നോക്കാം. കാരണം ഒരെണ്ണത്തിലേക്ക് ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ബാക്കി വെർട്ടിക്കൽ ആയിട്ട് ജി ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം യാതൊരു ബന്ധമില്ല. ശരി, നമുക്ക് പണി ചെയ്യാം. കൺസിഡർ ഹൊറിസോണ്ടൽ മോഷൻ. എന്നാ മക്കളെ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഞാൻ എക്സ് കാണാൻ വേണ്ടി പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം എഴുതാം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? 0. അപ്പൊ എക്സിലേക്കുള്ള ഇനിഷ്യൽ വെലോസിറ്റി 0. ആക്സിലറേഷൻ ഓൺ എക്സ് ഡയറക്ഷൻ, ആക്സിലറേഷൻ ഉണ്ട് കാരണം ഫോഴ്സ് അല്ലേ. ഫോഴ്സ് ബൈ മാസ് ആണെന്ത്? ആക്സിലറേഷൻ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം.
ഫോഴ്സ് ആരാ ക്യൂ ഇ ഡിവൈഡ് ബൈ എം ആണ് ആക്സിലറേഷൻ. കാരണം ഫോഴ്സ് ക്യൂ ഇ ആണ് ഡിവൈഡ് ബൈ എം. അപ്പൊ ആക്സിലറേഷൻ കിട്ടി, ടൈം ടി എടുത്തു, വെലോസിറ്റി വി. നമുക്ക് എക്സ് അതെ കണ്ടാ പോലെ. എക്സ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എല്ലാം എക്സിലേക്കുള്ളതാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. യു എക്സ് ഇൻറ്റു ടി, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അപ്പൊ അത് പോയി കിട്ടി. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാ, ക്യൂ ഇ ബൈ എം ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ എക്സ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് കൺസിഡർ മോഷൻ ഇൻ വെർട്ടിക്കൽ, കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. എന്തിനാ അനാവശ്യമായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മൾ നാണം കാണുന്നത്? കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. അപ്പൊ എന്തായാലും മക്കളെ, x is equal to ut plus half at square, s is equal to ut plus half at square പോലെ y is equal to ut plus half at square. Initial velocity along y 0, acceleration y g താഴേക്ക്. ശരി, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നോക്കാം. g താഴേക്ക്. പിന്നെ ഉള്ള വേറെ ടൈം t സെയിം ടൈം ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച സമയം സെയിം ആയിരിക്കും. രണ്ടുപേർക്ക് കിട്ടിയത് ഇങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും കിട്ടിയ സമയം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ y is equal to ut പ്ലസ്, ഞാൻ താഴെ എഴുതുന്നില്ല, ഇങ്ങോട്ടേ എഴുതുന്നുണ്ട് കേട്ടോ, ut പ്ലസ് ഹാഫ് at സ്ക്വയർ ഫുള്ള് y ആണ്. വൈയിലേക്കുള്ള കാര്യം നോക്കുന്നത് uy അത് 0 ആയിട്ട് പോയി കിട്ടി. ഇനി ഹാഫ് ay ആക്സലറേഷൻ അലോങ് y ഡയറക്ഷൻ, അത് g മാത്രമേ ഉള്ളൂ, g ഇൻറ്റു ടി സ്ക്വയർ. അപ്പൊ ഇതാണ് y. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് എക്സ് ഇങ്ങനെ കിട്ടി, വൈ ഇങ്ങനെ കിട്ടി. നമുക്കൊരു പണി ചെയ്താലോ, നമുക്ക് y ബൈ എക്സ് ചെയ്യാം. കാരണം y എക്സ് എന്ന റിലേഷൻ വേണ്ടേ. അപ്പൊ y ബൈ എക്സ് ചെയ്ത് നോക്കാം. y എത്രയാ, ഹാഫ് ജി ടി സ്ക്വയർ, മറ്റേത് ഹാഫ് ക്യൂ ഇ ബൈ എം ടി സ്ക്വയർ അല്ലെ. ടി സ്ക്വയറും വെട്ടിപ്പോയി, ഹാഫും വെട്ടിപ്പോയി, ഈ എം മോടി വന്നു. y by x is equal to mg divided by qe. അപ്പൊ y is equal to mg by qe into x. ഇപ്പൊ തന്നെ മനസ്സിലാക്കണ്ടാവും എന്നതാ അതിന്റെ പാത്തുന്നു. ഇവിടെ നോക്കി, mg by qe, mg എന്നതാ ഈ ദൂരം, എം ജി ഡിവൈഡ് ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ദൂരം, ഇതാണ് y ബൈ എക്സ് എന്നൊക്കെ. ശരി, ഇനി ഇതൊന്നും മനസ്സിലായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കിയേ, y is equal to mx, ഇത് ആരുടെ ഇക്വേഷനാണ്? y is equal to mx പ്ലസ് c. ഇവിടെ c ഇല്ല, ഇവിടെ c 0 ആണ്. y is equal to mx, ഇത് ആരുടെ ഇക്വേഷൻ? സ്ട്രെയിറ്റ് ലൈനിന്റെ. അപ്പോൾ ഇതിന്റെ ട്രജക്ടറി എന്ന് പറയുന്നത് എന്നതാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതിന്റെ ആൻസർ എഴുതിക്കോ, ട്രജക്ടറി ഓഫ് ബോൾ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ, എ ബോൾ ഹാവിംഗ് ചാർജ് q ആൻഡ് മാസ് m. ചാർജ് q മാസ് m സെയിം ബോളാണ്. അപ്പൊ മറ്റേ ക്വസ്റ്റ്യനിലെ ബോളിനെ കളഞ്ഞിട്ടില്ല. ഈ സസ്പെൻഡഡ് ഫ്രം എ സ്ട്രിംഗ് ഓഫ് ലെങ്ത് l, ഒരു സ്ട്രിംഗ് ഉണ്ട്, അവിടെ തൂക്കിയിട്ടേക്കുക. Between two parallel plates where a vertical electric field E is established. രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട്, വെർട്ടിക്കലി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്ലേറ്റ് ഇപ്രാവശ്യം എന്താ ഇങ്ങനെയാണ്. കാരണം എന്താ, എനിക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. മുകളിൽ താഴേക്കാണോ, താഴെ മുകളിലേക്കാണോ പറഞ്ഞിട്ടില്ല അവർ. നമുക്ക് എങ്ങനെ എടുക്കാം. ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം അത് എവിടുന്ന വന്നേ? ഒരു ബോൾ ഇട്ട് തൂക്കി വെച്ചേക്കാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അവര് ഒരു ബോൾ ഇട്ട് തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഫസ്റ്റ് ഡൗൺവേർഡ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ upward. ചോദിച്ചേക്കുന്ന
ഇവിടെ ഒരു പെൻഡുലം തൂക്കിയിട്ടുണ്ട്. ഇതിന്റെ മാസ് എം, ടോട്ടൽ ലെങ്ത് എല്, ഇതിന്റെ ചാർജ് ക്യൂ, ബോളാണ്. ഞാൻ പെട്ടെന്ന് 0 വായിക്കുന്നത്. ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യനില് ഇലക്ട്രിക് ഫീൽഡ് ഡൗൺവേർഡ് ആയിട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഫിഗറിൽ ഇവിടെ എന്ത് ചാർജ് വരും? പ്ലസ് വരുമോ മൈനസ് വരുമോ? മൈനസ് വരില്ല. ഇവിടെ എന്ത് വരും? പ്ലസ്. കാരണം എന്നാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ആൻഡ് ടെർമിനേറ്റ്സ് ഇൻ നെഗറ്റീവ്. ശരി, ഒരു നമ്മൾ കഴിഞ്ഞ വർഷം +1 ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു പെൻഡുലം തൂക്കിട്ടിട്ടുണ്ടെങ്കിൽ ആ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π × സ്ക്വയർ റൂട്ട് ഓഫ് L/A. കഴിഞ്ഞ വർഷം നമ്മൾ ആക്സിലറേഷൻ ഗ്രാവിറ്റി ഒരു എർത്തിന്റെ മുകളിൽ നമ്മുടെ ക്ലാസ് റൂമിൽ എവിടെയും തൂക്കിയിട്ടേക്കുന്ന ഇതാണ്. അപ്പൊ നമ്മൾ G പഠിച്ചത്. ഇതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π × സ്ക്വയർ റൂട്ട് ഓഫ് L/ ഇഫക്റ്റീവ് ആക്സിലറേഷൻ. ഇവിടെ G അല്ലേ, എർത്തിൽ ഗ്രാവിറ്റി മാത്രമല്ലേ ഉള്ളൂ, ഇത് ആക്സിലറേഷൻ അല്ലേ. അപ്പൊ നമുക്കിവിടെ വിളിക്കാം എഫക്റ്റീവ് ആക്സിലറേഷൻ. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലിഫ്റ്റിലൊക്കെ ഒരു പെൻഡുലം ഉണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ എത്ര ആയിരിക്കും ആ പെൻഡുലത്തിന്റെ ആക്സിലറേഷൻ ടൈം പീരീഡ്, ലിഫ്റ്റ് താഴേക്ക് വരാണെങ്കിൽ എത്ര നമ്മൾ ചെയ്തത് ഈ ഒറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ്. അവിടെ നമ്മൾ G അല്ല എടുത്തേക്കുന്നത്, നമ്മൾ എന്താ എടുത്തേക്കുന്നത്? ഇഫക്റ്റീവ് ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആ സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് L/ ഇഫക്റ്റീവ് ആക്സിലറേഷൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡ് താഴേക്കാണ്. അപ്പൊ എന്നാ പറ്റും? ഈ ബോഡിയിലുള്ള ഫോഴ്സ് F ഈസ് ഈക്വൽ ടു QE അവൻ എങ്ങോട്ടേക്കാ? താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ അവൻ ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് എത്രയാ? QE താഴേക്ക് ഡിവൈഡഡ് ബൈ മാസ്. ഇനി ഓൾറെഡി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, അത് എത്രയാ? G. അപ്പൊ ഇഫക്റ്റീവ് ആക്സിലറേഷൻ എന്നാ വരും? ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു രണ്ടുപേരും താഴേക്ക്, QE ആദ്യത്തെ കേസിൽ QE താഴേക്കാ, ഗ്രാവിറ്റിയും താഴേക്കാ. അപ്പൊ ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് രണ്ടും കൂട്ടിയാൽ പോരെ. അപ്പൊ നമ്മുടെ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π × സ്ക്വയർ റൂട്ട് ഓഫ് L/ ഇഫക്റ്റീവ് ആക്സിലറേഷൻ G പ്ലസ് QE ഡിവൈഡ് ബൈ M. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഈ സെയിം ഫിഗർ നമുക്ക് ഇച്ചിരി മുകളിലേക്കാക്കി വരയ്ക്കണം. അല്ല, ഇച്ചിരി മുകളിലേക്കല്ല, ആരെ മുകളിലേക്ക് വരയ്ക്കണം? ഇലക്ട്രിക് ഫീൽഡിനെ മുകളിലേക്കായിട്ട് വരയ്ക്കണം. കാരണം സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് അപ്വേർഡ് കേട്ടോ, അപ്വേർഡ്. ഇവിടെ നിന്ന് വരയ്ക്കുന്നില്ലേ, നമുക്ക് മനസ്സിലാകും, വേറെ എഴുതാനുണ്ടാവുള്ളൂ. അപ്പൊ നോക്കി ഇവിടെ ചാർജ് Q ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇവൻ ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്ക്, ഗ്രാവിറ്റി ഇങ്ങോട്ട് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റ് mg എന്ന ഫോഴ്സ് താഴേക്ക്, QE എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ആക്സിലറേഷൻ എന്നാ വരും മക്കളെ? നോക്കിയോ, ഈ കേസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് അവൻ എങ്ങോട്ടേക്കാ? എന്തായിരിക്കും? F/m ഈസ് ഈക്വൽ ടു QE/m. അവൻ മുകളിലേക്കാണ്. കണ്ടോ, ഫോഴ്സ് മുകളിലേക്കാണ്, ഫോഴ്സ് ഡയറക്ഷൻ ആണ് ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, അവൻ എങ്ങോട്ടേക്കാ? താഴേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നോക്കി G താഴേക്ക്, മറ്റവ മുകളിലേക്ക്. അപ്പൊ അങ്ങനെ എന്നാ വരും? G മൈനസ് QE/m. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π × സ്ക്വയർ റൂട്ട് ഓഫ് L ഡിവൈഡ് ബൈ G മൈനസ് QE/m. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാര്യം ചെയ്യട്ടെ, ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണെങ്കിലാണോ ഇലക്ട്രിക് ഫീൽഡ് താഴേക്കാണെങ്കിലാണോ ഇവൻ സ്പീഡിൽ കറങ്ങാം? സ്പീഡിൽ ഓക്സിലേഷൻ നടക്കാം. സ്പീഡിൽ ഓക്സിലേഷൻ നടക്കുക എന്ന് പറഞ്ഞാല് ടൈം പീരീഡ് കുറയാന്നർത്ഥം.
അല്ലെ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം. ടൈം പീരീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി താമസിച്ചേ വരുവുള്ളൂ. കുറവാന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോയിട്ട് സ്പീഡ് വരുന്നു. അതായത് ടൈം പീരീഡ് കുറയുമ്പോഴാണ് എന്ത് സ്പീഡ് കൂടുന്നത്. അതാർക്കാ? ഇവനല്ലേ ടൈം പീരീഡ് കുറവ് ഇവനെക്കാട്ടിലും. കാരണം ഇവിടെ അടിയില്ല കുറയുന്നത്. അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യും? കൂടുതൽ വരും. അപ്പൊ ഇവൻ കുറവാണ് എന്ന് പറഞ്ഞാൽ ഇവൻ സ്പീഡിൽ കറങ്ങും. അപ്പൊ താഴേക്കാണെങ്കിൽ ഇവൻ സ്പീഡിൽ കറങ്ങുന്നു. ഞാൻ പറഞ്ഞ ശരിയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. ഞാൻ പലപ്പോഴും മണ്ടത്തരം പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് പ്രോബ്ലം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. നമുക്കിനി ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് ഒരു ചാർജ് വരുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ല പഠിച്ചത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനിഷ്യൽ വെലോസിറ്റി ഇച്ചിരി കൂടുതൽ, ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലല്ല, ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് വരുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പഠിക്കാം.